ഹലോ ആമീസ്. എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ. കാരണം ഇത്രയും അധികം എപ്പിസോഡ് ലാസ്റ്റിലേക്ക് അടുത്തപ്പോഴാണ് ഞാൻ അടുപ്പിച്ച് കുറേ കമൻസ് എല്ലാവരും ഞാൻ ഓൺ വോയിസ് ചെയ്തുകൊണ്ടാണെന്നും അറിയില്ല, കുറേ പേര് കുറേ കമൻസ് ഇട്ടു. ഐ എം സോ ഹാപ്പി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പെട്ടെന്ന് തന്നെ വീക്കിലെ അടുത്ത എപ്പിസോഡ് സെറ്റാക്കിയത്. കാരണം ഉള്ള കാര്യം പറയാലോ, നിങ്ങളുടെ ഓരോ കമൻറ്റാണ് എൻ്റെ എനർജി എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഈ കമൻസൊക്കെ അല്ല, നമുക്കിത് എന്തിനാണ് ചെയ്യുന്നത്, ആരും കാണുന്നില്ല എന്നുള്ളൊരു തോട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ലാസ്റ്റൊക്കെ എന്തായാലും വേഗം തീർക്കാമെന്നുള്ളൊരു ഓൺ വോയിസ് ഞാൻ വേഗം സെറ്റാക്കി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതൊക്കെ ചെയ്തത്. പക്ഷേ കുറേ പേര് കുറേ ലോങ് കമൻസ് ഇട്ടിട്ടുണ്ട്. എങ്ങനെയാ സന്തോഷം പറഞ്ഞ് നിങ്ങളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നിങ്ങൾക്ക് അറിയില്ല. കുറേ പേര് വെച്ചാൽ അത്രയും അത്യാവശ്യം ഈ സ്റ്റോറിക്ക് ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതാണ് ആദ്യമായിട്ടാണ് എനിക്ക് ലാസ്റ്റ് എപ്പിസോഡിൽ ഇത്രയധികം മീൻസ് കമൻസ് വരുന്നത്. എല്ലാവരും എന്ന് വെച്ചാൽ ഒട്ടുമിക്ക പേരും അവനവനെ കൊണ്ട് പറ്റുന്നതിനേക്കാൾ കൂടുതൽ അത്യാവശ്യം അവർ കമൻറ്റ് എഴുതിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ തീരെ പറ്റാത്ത ആൾക്കാർ ലവ് മീൻസ് എന്തെങ്കിലും ഇമോജിയെങ്കിലും ഇട്ടിട്ടുണ്ട്. പക്ഷേ കുറേ പേര് അത്യാവശ്യം ലോങ് കമൻറ്റ് ഇട്ടുണ്ട്. എനിക്കതന്നെ ഭയങ്കര സന്തോഷമായി. വെരി താങ്ക് യു ഫോർ ഓൾ. സപ്പോർട്ട് ചെയ്തതിനും ഹൈപ്പ് ചെയ്തതിനും. കുറേ പേര് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട്. ഇപ്രാവശ്യം കുറേ പേര് എല്ലാവരും ലൈക്ക് ചെയ്തിട്ടുണ്ട്, കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഹൈപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഞാൻ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഐ എം സോ ഹാപ്പി. ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ വേഗം എഡിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതെല്ലാം. സോ ഇനിയിപ്പോൾ എന്തായാലും 2 എപ്പിസോഡ് ഉള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ എനിക്ക് അത്രയും കമൻറ്റ് തന്നതും സപ്പോർട്ട് ചെയ്തതിനെ വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ എൻ്റെ ഫസ്റ്റ് തേക്ക് കുക്ക് സ്റ്റോറിയാണ്. ഞാൻ തേക്ക് കുക്കിൽ ഇതിന് മുന്നേ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തതും എനിക്കതിന് വലിയ റെസ്പോൺസും ഇല്ലാണ്ട് പോയൊരു സ്റ്റോറിയാണിത്. ഞാൻ ആദ്യമായിട്ട് തേക്ക് കുക്ക് സ്റ്റോറി ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റെസ്പോൺസ് അതാണ് എനിക്ക് തേക്ക് കുക്ക് ചെയ്യാനും ഞാൻ കുറേ കാലം ചെയ്യാൻ നേരം മടി അതുമായിരുന്നു. ഞാൻ ചെയ്താലും എനിക്കത് വലിയ റെസ്പോൺസ് കിട്ടാത്തത് തേക്ക് കുക്ക് സ്റ്റോറി ചെയ്യുമ്പോഴാണ്. അപ്പോൾ എനിക്ക് ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തിട്ടും അതേ ഇത് തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ എപ്പിസോഡ് ഇട്ടപ്പോഴാണ് എനിക്ക് പിന്നെയും വ്യൂസ് നോർമലാണെങ്കിൽ പോലും ഇന്നത്തെയും പോലെ 4000 ആ ഒരു റേഞ്ച് ആണെങ്കിൽ പോലും ഉള്ളുകൊണ്ട് മനസ്സുകൊണ്ട് ഞാൻ കമൻസ് വായിച്ചപ്പോൾ ഹാപ്പി ആയത് ആദ്യമായിട്ടാണ്. അപ്പോൾ എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. താങ്ക് യു സോ മച്ച്. എപ്പിസോഡിൽ നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. ഇനി വേറെ വീടൊന്നും നോക്കുന്നില്ലേ? ഇപ്പൊ ഞാൻ വന്ന് സംസാരിച്ചില്ലെങ്കിലേ ഈ വീടും പാക്കറ്റ് നിങ്ങളിപ്പോ പോയേനെ. ശരി, ഇരുന്ന് ചിരിക്കുക. സോറി, ഞാൻ കുറച്ച് ഓവർ തിങ്ക് ചെയ്തു. അതിൻ്റെ റിസൾട്ട് കാണുന്നത് എന്തായാലും അത് വിട്, നടന്നതെല്ലാം നല്ലതിനല്ലേ. ഞാൻ വീട് ഒഴിവാക്കി പോവാന്ന് പറഞ്ഞ കാരണല്ലേ നീ എന്നോട് ഒന്ന് സംസാരിച്ചേ. ഓ ശരി, അപ്പോൾ ഞാൻ തന്നെ വന്നിട്ട് സംസാരിക്കണം. ശരി, നിങ്ങൾക്ക് ഒന്നോട് സംസാരിച്ചൂടെ? ഇതിനൊക്കെ ഇപ്പൊ ഞാൻ എന്തു പറയാനാ? എന്ത് പറയാൻ, ഇവിടുന്ന് പെട്ടി കെട്ടിപ്പോയേനെ. മേ ബി. കണ്ണിന് വേദനിക്കുന്നു. എന്തേ കൈ ഇങ്ങനെ വരയ്ക്കുന്നേ? അത് ഇയാൾ അറിയണ്ട. അതെന്താ, കുറച്ചു മുന്നേ എന്തൊരു സമാധാനമായിട്ട് സംസാരിച്ചേ, ഇപ്പൊ ആകെ മാറിയില്ലോ. ഞാനിങ്ങനെയാ ഹാൻഡിലാക്കി ശീലിച്ചോ? ആയിക്കോട്ടെ മേഡം.
മിസ് യു സോ മച്ച് കൺമണി. ഞാൻ കുറെ മിസ് ചെയ്തു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോ? ഇന്ന് നിങ്ങൾ തല്ലുകൂടല്ലേ രണ്ടാളും? അതിന് ഞങ്ങളെപ്പോ തല്ലുകൂടിയേ? എനിക്കെല്ലാം അറിയാം. എന്തറിയാം? കണ്ണന് എന്നെ കാണാൻ ഡെയിലി ഇങ്ങോട്ട് വരും. ഞാൻ കഫേക്ക് വരും, സ്കൂളിലേക്ക് വരും. ഇപ്പൊ വന്നിതല്ല കാണാന്. കണ്ണനും പപ്പും സംസാരിച്ചൊന്നുമില്ല. അപ്പൊ തല്ലുകൂടിയതല്ലേ? തല്ലുകൂടിയതല്ല, ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ അല്ല ഓക്കെ. ആരുടെ ഇനി ഞാൻ കണ്ണുമണിയുടെ അടുത്തൊക്കെ പോകട്ടോ? ഞാന് ഇപ്പൊ വേണ്ട, പോ. അതെന്താ അതെന്താ ഞാൻ വേണ്ടാത്തെ? പപ്പ കണ്ണനോട് സംസാരിക്കാൻ സമ്മതിച്ചില്ല. സോ ദിസ് ഈസ് ഫോർ പണിഷ്മെന്റ്. പോയി നിങ്ങൾക്ക് ബ്ലൂബെറി കേക്ക് ഉണ്ടാക്കും. കൺമണി ഒന്ന് പറ. പണിഷ്മെന്റ് തന്നെയാണ്. ആരോ പോയിട്ട് ബ്ലൂബെറി ഉണ്ടാക്കും. ഓ ആയിക്കോട്ടെ. അപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓക്കെ ആണോ? അപ്പൊ ഇനി ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം. വേണ്ട, ഞാനും അവരെ കണ്ട് സംസാരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. സോ ആദ്യം ഞാൻ കണ്ണനെ ഒന്ന് അവരുടെ അടുത്ത് കൊണ്ടുപോകട്ടെ. പിന്നെ ഈ സമയത്ത് റെസ്റ്റ് എടുക്കുക, യാത്ര അധികം ചെയ്യണ്ട. അപ്പോൾ എപ്പോഴാണ് കോയമ്പത്തൂർ പോകുന്നത്? നാളെ.
എന്തിനാ സാരി ഒക്കെ എടുത്തു വെക്കുന്നേ? ആരവേ, ഐ എം ഗോയിങ് ടു മീറ്റ് മൈ ഇൻലൂസ്. അപ്പോൾ അതൊക്കെ വേണ്ടേ? അതൊരു സാരി എടുക്കണോ? ഡ്രസ് ക്യാൻ നെവർ ഡിസ്ക്രൈബ് someone's character. നീ ആയിട്ട് വന്നാ മതി. അല്ല, നിങ്ങൾക്ക് എന്ത് പറ്റി? എന്തൊരു വല്ലായ്മ? ഏയ് അങ്ങനൊന്നുമില്ല. കണ്ട അങ്ങനെ പറയില്ലല്ലോ. എന്താ പറ്റിയേ? അതിന് കണ്ണുമണിക്ക് മനസ്സിലാകൂ ഞാൻ ഏത് മൂഡിലിരിക്കുന്നേന്നു. എന്തെനിക്കറിയില്ലേ? അച്ഛനമ്മനും കാണാൻ പോകുന്നു ആലോചിക്കുമ്പോ എന്തോ മാതിരി. അവരോട് സംസാരിക്കുന്നത് തന്നെ ഞാൻ നിർത്തി. അത് തെറ്റല്ലേ? ഞാനല്ലേ അവരെ കൂടെ ഇരുന്നവർ നോക്കേണ്ടത്. ആരവേ, ആരവ് ചെയ്തൊരു തെറ്റുമില്ല. യു നീഡ് സം ടൈം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞു. അതുമാത്രമല്ല, ടച്ചിലതൊന്നും മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. ആ പേട്ടന ചേട്ടൻ വഴി എല്ലാ കാര്യങ്ങളും അറിയുന്നില്ലേ? അവരും അങ്ങനെ തന്നെ അറിയുന്നേ. നമ്മൾ പോയി അവരെ മനസ്സിലാക്കും. അറിയാം, എന്നാലും ആരേക്കും എന്തോ പോലെ. ആരവേ, അച്ഛനമ്മയോട് എന്താ പ്രശ്നം? ചെന്ന് സംസാരിക്കേ. എങ്ങാനും ചൂടായ ഒരു പോലെ അങ്ങ് പറയേ. അവർ സമാധാനപ്പെടുത്ത്. പിന്നെ ഞാനും കൂടെ വരുന്നില്ലേ, നമുക്ക് നോക്കാം. ഇപ്പഴാ വരുന്നു ഒറിജിനൽ സ്മൈൽ. ഓക്കെ, നിനക്ക് പേടിയൊന്നുമില്ലേ? ഇല്ലല്ലോ. അല്ല, ഫസ്റ്റ് ടൈം എൻ്റെ പാരൻസിനെ കാണാൻ വരുന്നതല്ലേ, ഒരു നെർവസ്നെസ് ഉണ്ടാവേണ്ടതല്ലോ. നിനക്കില്ലേ അത്? അവർക്ക് എന്നെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അതെങ്ങനെ? അതല്ലേ എനിക്കറിയാം. ആരവേ, ആരവേ. ശരി ശരി, എനിക്ക് പാക്കാണ്ട് പോയേ.
അമ്മേ പോയിട്ട് വരാട്ടോ. സൂക്ഷിച്ചു പോയി വായോ രണ്ടുപേരും. ആരവേ, നമ്മൾ എവിടെ പോവാ? അത് ആയിഷയ്ക്കൊരു സർപ്രൈസ്. സർപ്രൈസോ? ഐ ലവ് സർപ്രൈസസ്. കൺമണി, ആ, ആയിഷയ്ക്ക് എന്നോട് ദേഷ്യാവോ? ആയിഷ എന്തിനാ ആരെന്നോട് ദേഷ്യപ്പെടുന്നേ? അല്ല, അവളുടെ അമ്മയുടെ ഓർമ്മകൾ അവളെ വരുമെന്ന് പേടിച്ച് മിത്രയുടെ ഫോട്ടോസൊന്നും ഞാൻ ഇതുവരെ കാണിച്ചിട്ടേ ഇല്ല. ഇപ്പതാ അവളുടെ അച്ഛനും അമ്മയും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാ. എനിക്ക് അങ്ങനെ കുട്ടി തലച്ചോറിൽ എന്തൊക്കെയാ ഓടുന്നേ? അവൾ ഒരിക്കലും ദേഷ്യപ്പെടില്ല. അവൾക്കെല്ലാം എല്ലാം ഫസ്റ്റ് നിങ്ങളാ. നിങ്ങളാരേ? അവളെങ്ങനെ നിങ്ങളോട് ദേഷ്യപ്പെടും? ആരും ആവശ്യമില്ലാത്ത ചിന്തിക്കാതെ ചില്ലായിട്ടിരിക്കേ. എല്ലാത്തിനും കയ്യിൽ പരിഹാരം ഉണ്ടല്ലോ, എങ്ങനെ സാധിക്കും? നമ്മൾ എവിടെയാ വന്നേക്കണേ കൺമണി? ആയിഷ തന്നെ പോയി നോക്കി നോക്ക്. ഓക്കേ. ദേവി, എന്റെ കണ്ണാട കണ്ടോ? ആ ദേവി, എന്റെ കണ്ണാടി കണ്ടോ? എല്ലായിടത്തും നോക്കിയോ? ആ, എല്ലായിടത്തും നോക്കി, എവിടെയും കാണാനില്ല. പിന്നെ നിങ്ങളുടെ തലയിലിരിക്കുന്ന എന്തുവാ? ഇതിവിടെ ഉണ്ടായിരുന്നോ? ഞാൻ മറന്നുപോയി. ശരി, വാ നമുക്ക് കഴിക്കാം. അല്ല, എന്തെന്ന് കഴിക്കാൻ? ഞാൻ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പഴുതരങ്ങ വാങ്ങി, അത് വറുത്തിട്ടുണ്ട്. അത് ആരെങ്കിലും ഒരുപാട് ഇഷ്ടല്ലേ? അവൻ നമ്മുടെ മോനല്ലേ, നമ്മളെ വിട്ട് എവിടെയും പോവില്ല. തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. അവന് കുറച്ച് സമയം കൊടുത്തേക്ക്. ആയിക്കോട്ടെ ദേവി. ഞാൻ പോയി നോക്കിയിട്ട് വരാം. മോള് ആരെ അന്വേഷിച്ചു വന്നേ? നിങ്ങളാണോ എന്റെ അച്ചാച്ചൻ? സോറി അച്ചാച്ച, ഞാൻ നിങ്ങളെ കാണാൻ വരാൻ ലേറ്റ് ആയില്ലേ. ഇനി ഞാൻ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കണ്ടോളാട്ടെ. സോറി മോളെ, ഈ അച്ചാച്ചനും മോളെ കാണാൻ വന്നില്ലല്ലോ. ആരെവിടെ ഏട്ടാ? ഇത് അമ്മൂമ്മയാണോ? എന്റെ ചുന്ദരി കുട്ടി, ഈ അമ്മൂമ്മനെ കാണാൻ വന്നതാണോ? മോള് പേരക്കുട്ടീനെ കിടക്കും ചെയ്തല്ലോ, ഇനി മോനെ കാണണ്ടേ?
കണ്ണാ, സോറി അമ്മേ, സോറി. അതൊന്നും സാരില്ല മോനെ, നീ വന്നല്ലോ, അത് മതി. സോറി അച്ഛ, സോറി. എന്താ വിശേഷമല്ല? സുഖായിരിക്കും അച്ഛാ. നിങ്ങൾ സംസാരിക്കേ, ഞാൻ വരാം. നിങ്ങളുടെ പേരെന്താ? കൺമണി. എൻ്റെ മോനെ ഇഷ്ടപ്പെട്ടോ? ആൻറ്റിയുടെ മോനെ, ആയിഷെ, അങ്കിള്, ആൻറ്റി എല്ലാവരെയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അല്ല, മോളുടെ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛനില്ല ആൻറ്റി. അമ്മ വേറൊരു കല്യാണം കഴിച്ച് വേറൊരു ഫാമിലിയായിട്ട് ജീവിക്കുക. പിന്നെ ഏട്ടനും ഏട്ടത്തെയും, പിന്നെ ഒരു വളർത്തമ്മയുണ്ട് ശോഭമ്മ. ഇവർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആരും ആയിഷയും കൂടി. ആ കുട്ടീനെ ദേവിക്ക് ഇഷ്ടപ്പെടും. ആ മോള് നിന്നെയും ആശയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നപ്പോഴേ അവൾ പകുതി പാസ്സായി. രണ്ടുപേരും സംസാരിച്ച രണ്ടുപേർക്കും ഇഷ്ടപ്പെടും. കഫേക്ക് എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു വെച്ചാ, കുഴപ്പമൊന്നുമില്ല. നീയല്ലാതെ ഇതൊരു വീടായിട്ട് എന്നെ തോന്നുന്നില്ലടാ. അമ്മ എപ്പോഴും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ എന്തേലൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ ഒരുപാട് സന്തോഷം തോന്നുന്ന വരവേ. സോറി അച്ഛാ, ഞാൻ നിങ്ങളെ വിട്ട് പോകാൻ പാടില്ലായിരുന്നു. അത് സാരില്ല കണ്ണ. എന്നായാലും നീ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്കറിയാം. എനിക്ക് അച്ഛനും അമ്മമ്മയൊക്കെ ഒരുപാട് ഇഷ്ടമായി. ഇവിടെ ആരുമില്ലേ? ശരിക്കും ശരിക്കും നിങ്ങൾ സിംഗറാണോ? ആരോ പറഞ്ഞതേ ഇല്ല. ഞാൻ പഠിച്ചത് BA മ്യൂസിക്കാണ്. പിന്നെ ഞാൻ ശേഷം പാട്ടൊക്കെ പഠിപ്പിച്ചിരുന്നു, ക്ലാസ്സൊക്കെ എടുത്തിരുന്നു. പിന്നെ ഇപ്പം നിർത്തി. ഇപ്പം തീരെ വയ്യാത്ത കാരണം അതങ്ങ് നിർത്തി. ഞാൻ വേണമെങ്കിൽ ഒരു പാട്ട് പാടിത്തരട്ടെ? പാട്ടൊക്കെ പാടാനറിയോ? ആ, ചെറുതായിട്ട് പാട്ടൊക്കെ പാടാനറിയാം. എന്നാ പാടു, കേക്കട്ടെ. എന്തിനു വിതുമ്പലാ ചേരുന്നു നീ, പോകൂ വിഷാദരാവേ, എന്നിത്രയേ പുണരാതെ നീ. ആഴലിൻ്റെ ആഴങ്ങളിൽ അവൻ മാഞ്ഞു പോ, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ. ഇരുൾ ജീവനെ പൊതിഞ്ഞും ചെയ്തൾ പ്രാണനിൽ മേഞ്ഞും കീതയ്ക്കുന്നു നീ ശ്വാസമേ. എന്ത് രസമായിട്ടാ മോളെ പാട്ട് പാടിയേ.
താങ്ക്സ് അമ്മേ. ഞാനങ്ങനെ വിളിച്ചോട്ടെ? മോൾക്ക് എന്താണോ ഇഷ്ടം അങ്ങനെ വിളിക്കേ. മതിയുടെ എൻ്റെ പേര് മോള് നോക്കിയത്. എങ്ങനെയുണ്ട്? വേറെ ലെവല്. ശരി, നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്താ? ഈ ജൂൺ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആരാ ഇത്? സത്യാണോ? എന്തേ? അല്ല, ഞാൻ കണ്ട ആരവ് നല്ല സൈലന്റ് ആയിട്ട്, അങ്ങനെ അധികമൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളേ. അങ്ങനെയുള്ള ആളെ നീ മാറ്റിയെടുത്തില്ലേ? ഓൾ ക്രെഡിറ്റ് ഗോസ് ടു മിസ് കൺമണി ശങ്കർ. ശരി, ഇപ്പൊ നമുക്ക് പോവാം. വാ. എന്തായാലും കുറെ യാത്ര ചെയ്ത് വന്നാലേ, നിങ്ങളെ കൂട്ടി റെസ്റ്റ് എടുക്കുക. നമുക്ക് നാളെ സംസാരിക്കാം. മോളെ കൺമണി, മോൾക്ക് റൂം മോളിത് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. മോള് പോയി റെസ്റ്റ് എടുത്തോ. പിന്നെ ആരവേ, നീ ആയിഷേനെ കെടുത്തിട്ട് നീ പോയി റെസ്റ്റ് എടുക്ക. നാളെ മോർണിംഗ് റെഡി ആയി നിൽക്ക്. നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണം. എവിടേക്കാ? നാളെ പറയാം. ആരവേ ഹാപ്പി അല്ലേ? ഒരുപാട്. നിനക്കിവിടെ ഇഷ്ടമായില്ലേ? ഒരുപാട്. ആരവിൻ്റെ അടുത്ത് ഞാൻ എത്ര കംഫർട്ടാണോ അത്രയും കംഫർട്ടാണ് ഞാനിവിടെ അച്ഛനമ്മയായിട്ടൊക്കെ. എൻ്റെ കൂടെ കംഫർട്ടാണോ? ആ, അല്ല, ഇയാൾക്ക് എൻ്റെ കൂടെ കംഫർട്ടല്ലേ? അത് നിനക്കറിയില്ലേ? ആ, അറിയാം. ഗുഡ് നൈറ്റ്. ആരവേ